ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ സാധാരണ സാറ്റർഡേ ഒക്കെ ഞാൻ വളരെ നേരം വൈകി ഒരു 8:30 ഒക്കെ ആകുമ്പോൾ എഴുന്നേൽക്കാറുള്ളൂ. ഇപ്പോൾ പതിവായി എഴുന്നേറ്റ് ഒരു 7 മണിയാകുമ്പോഴേക്കും എൻ്റെ ഉറക്കം തീരും. അപ്പോൾ ഞാൻ എഴുന്നേൽക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നാലുള്ള എൻ്റെ ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരി കത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. വെളിച്ചം എപ്പോഴും നമുക്കൊരു പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചത്തിൽ നിന്ന് തുടങ്ങട്ടെ എന്ന് ഒരു ദിവസം അങ്ങനെ തുടങ്ങട്ടെ എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു തിങ്ക് അതാണ്. എൻ്റെ ഒരു തോട്ട് അതാണ്. അപ്പം അങ്ങനെയാണ് സാധാരണ ഒരു ദിവസം ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും ആരംഭിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ സാധാരണ ദിവസങ്ങളിൽ സ്കൂളുണ്ടാവുമ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോ പിടിക്കുക എന്ന് പറയുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നെന്തായാലും മക്കൾക്ക് സ്കൂളൊന്നുമില്ല. അപ്പോൾ രാവിലെ തൊട്ടുള്ള ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നാൽ സാധാരണ മേരിമോളാണ് ഈ ജനല തുറന്നിട്ട് കുറച്ച് നേരം അവളിങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇന്നിപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് അവരൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന് ജനലയൊക്കെ തുറന്നിട്ടു. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സാധാരണ ഭാരത് വിദ്യാഭവൻ സ്കൂളിൽ ഇവർക്ക് സ്കൂളില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അവിടെ. അപ്പോൾ അതിൻ്റെയൊക്കെ വണ്ടിയും തിക്കും തിരക്കും ബഹളമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ബഹളവും ഇല്ല. അപ്പോൾ ഇന്ന് പരീക്ഷകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ചെറിയ മഴ ഒരു ചെറുതായിട്ട് ഇങ്ങനെ തൂളിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ജനലിലൂടെ നോക്കുമ്പോൾ പുറത്ത് കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ. ഇതിങ്ങനെ ഈ രാവിലത്തെ സമയം ഇങ്ങനെ വന്ന് നോക്കി നിൽക്കാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. എപ്പോഴും ഇവിടെ മയിലിൻ്റെ കരച്ചിലുകൾ ഇങ്ങനെ എപ്പോഴും കേൾക്കാം. പക്ഷെ ഞാൻ ഇതുവരെ മയിലിനെ ഇവിടെ കണ്ടിട്ടില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴും കേൾക്കാം മയിലിൻ്റെ ശബ്ദം നന്നായി കേൾക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറയാറുള്ള ആ പഴയ സ്കൂള്. ഇങ്ങനെ ഒരു വരാന്തയായിട്ടുള്ള സ്കൂള് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇതിപ്പോൾ കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന് ദേ കിച്ചണിലോട്ട് വന്നു. കിച്ചണിലേക്ക് വന്ന് ഇനി കിച്ചണിൻ്റെ ജനലും വാതിലൊക്കെ തുറന്നിടാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ വേറെ കാഴ്ചകളാണ്. അപ്പോൾ അതും കുറച്ച് നേരമൊക്കെ ഞാൻ കണ്ടു നിൽക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റ വഴിക്ക് ഒരു കട്ടൻ ചായ കുടിക്കുക, കട്ടൻ കാപ്പി കുടിക്കുക അങ്ങനത്തേതായ ശീലങ്ങളൊന്നും എനിക്കില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോൾ കഴിക്കുന്നോ അപ്പോൾ ചായ കുടിക്കും അത്രേ ഉള്ളൂ. അതല്ലാതെ രാവിലെ തന്നെ കോഫി കിട്ടണം അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നും എനിക്കില്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി വെള്ളം നിറച്ചിട്ട് ഞാൻ അക്വാഗാർഡിൽ വെള്ളം ഫില്ലാവാനായിട്ട് അത് ഓണാക്കിയിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വള്ളിയൊക്കെ ചുരുട്ടി കയറ്റി വെക്കുകയാണ്. അതിങ്ങനെ സിങ്കിലോട്ട് കിടക്കുന്നത് ഭയങ്കര അരോചകത്താണല്ലേ. അപ്പോൾ ഞാനതിങ്ങനെ തിരിച്ച് മടക്കി അവിടെ കയറ്റി വെക്കും. ഇത് ഇന്നലെ അച്ചാറൊക്കെ കഴിഞ്ഞ കുപ്പികൾ ഞാൻ കഴുകി വൃത്തിയാക്കി എന്താ പറയുക വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ ഒന്ന് വെള്ളം നനച്ച് ഞാൻ വെയിൽ കൊള്ളിക്കാനായിട്ട് അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് പതിവ് പോലെ തന്നെ. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അത് മറക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് അത് അവിടെ വെച്ചിരിക്കുന്നത് ഞാൻ. എല്ലാ മരുന്നുകളും ഞാൻ എനിക്ക് കാണുന്ന ദൂരത്തിൽ തന്നെ വെച്ചിരിക്കുന്നത് മുടങ്ങാതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ മെഡിസിനൊക്കെ കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതൊരു നിസ്സാരം മരുന്നല്ലേ. ഇപ്പോൾ വിലയാണെങ്കിലും അധികം ഇല്ല. തൈറോയിഡ് ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് പേർക്കുണ്ട്. പക്ഷെ അങ്ങനെയല്ല. തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കാനുള്ളവർ അത് മുടങ്ങാതെ തന്നെ രാവിലെ തന്നെ കഴിക്കണം കേട്ടോ. ഞാനും മുടങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ വിപത്തുകളും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ കൈ തുടയ്ക്കണ തുണിയുടെ ഹുക്ക് താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ വന്നപ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ അതവിടെ ഇല്ലെങ്കിൽ എനിക്ക് ഒരു പണി നടക്കില്ല. കാരണം എനിക്ക് ഓരോ പ്രാവശ്യം കൈ കഴുകുമ്പോഴും എപ്പോഴും ഇത് കൈ തുടയ്ക്കാനായിട്ട് അങ്ങനെ ഒരു തുണി ഉണ്ടായിരിക്കണം. ടവൽ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. ഇനി രാവിലെ നമുക്ക് ഇന്ന് വെള്ളയപ്പമാണ്. വെള്ളയപ്പവും കുറുമക്കറിയാണ്. അപ്പോൾ കുറുമക്കറി ഞാൻ തലേദിവസം വൈകിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദേ മോൻ എഴുന്നേറ്റ് വന്നു. അവരിങ്ങനെ രാവിലെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴേ അമ്മേന്ന് വിളിച്ച് വരും. ആ ഒരു വിളി കേട്ടാൽ നമ്മൾ സജ്ജമായിരിക്കണം. അവനെ കെട്ടിപ്പിടിക്കണം. കുറച്ച് നേരം ഇങ്ങനെ പാട്ടൊക്കെ പാടി ഒന്ന് ഊഞ്ഞാലാട്ടണം, ഒന്ന് ആട്ടണം. പിന്നെ ഇന്നലെ വൈകിട്ട് എന്ത് സ്വപ്ന കണ്ടേ? അപ്പോൾ സ്വപ്നത്തിലെ വിശേഷം പറയാം. അപ്പോൾ ഇന്നലത്തെ സ്വപ്നത്തിൽ അവൻ മുഴുവൻ കാട്ടിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് നേരം പുന്നാരം പറഞ്ഞാലാണ് അവന് സമാധാനം ഉണ്ടാവും. അത് സ്കൂളിലെ ദിവസമാണെങ്കിലും എത്ര നേരം വൈകിട്ടാണെങ്കിലും ആ ഒരു പുന്നാരം പറയാതെ കേൾക്കാതെ അവൻ അടുത്ത് ബ്രഷ് ചെയ്യാനായിട്ട് പോവില്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കുറുമക്കറി. നല്ല സിമ്പിളായിട്ട് വെച്ച കുറുമക്കറി ആയിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല എളുപ്പത്തിലുള്ള കുറുമക്കറി ആയിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇനിയിപ്പോൾ നാളികേരമൊക്കെ ചിരകി അരച്ച് കറി വെക്കാന്ന് പറയുന്നത് എനിക്കറിയാം സമയം വൈകും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വൈകിട്ട് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ രാവിലെ വെള്ളയപ്പമാണ്. വെള്ളയപ്പം പിന്നെ ഞാൻ അരച്ച് വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ എന്നും ചെയ്യാറുള്ളത്. പിന്നെ പാല് മേടിക്കാൻ ഇന്ന് മറന്നുപോയി. അതുകൊണ്ട് പിന്നെ ഇന്ന് രാവിലെ കട്ടൻ കാപ്പിയാണ് ഞങ്ങൾക്ക്. പിന്നെ ഇവിടെ പൊതുവേ അങ്ങനെ പാൽ ചായയോട് അത്ര വലിയ താല്പര്യമില്ല. മക്കൾക്കാണെങ്കിലും പൊതുവേ കട്ടൻ കാപ്പിയോടാണ് ഇഷ്ടം കൂടുതൽ. 4 മണിക്ക് ഉച്ചതിരിഞ്ഞാണെങ്കിൽ പിന്നെ നിർബന്ധമായിട്ട് ഞങ്ങൾ കട്ടൻ കാപ്പി തന്നെയായിട്ട് കുടിക്കുള്ളൂ. അപ്പോൾ ഇന്ന് കട്ടൻ കാപ്പിയും വെള്ളയപ്പവും കുറുമക്കറിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്.
സാറ്റർഡേ എന്ന് പറഞ്ഞാലും ഒരുപാട് പണികൾ, പിടിപ്പത് പണിയുള്ളൊരു ദിവസമാണ് കേട്ടോ സാറ്റർഡേ. അപ്പോൾ ഇന്നലെ വൈകിട്ട് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നേരെ ചൂന വെക്കുകയാണ്. ഈ വെള്ളയപ്പം എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക, അതിൻ്റെ കടയ്ക്ക് തന്നെ നിൽക്കേണ്ട ഒരു വിഭവമല്ലേ, അതുകൊണ്ട് അവിടെ നിന്ന് മാറാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ഒഴിച്ച് വെച്ച് കിട്ടുന്ന ഒരൊറ്റ ഗ്യാപ്പ് കൊണ്ടാണ് നമ്മൾ അടുത്തടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അതായിട്ടുണ്ടാവും. ഈ പാല് തിളയ്ക്കുന്ന പോലെയാണ്, നമ്മുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ വെള്ളയപ്പത്തിൻ്റെ അരികൊക്കെ കരിയാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മോള് പറഞ്ഞു, അമ്മ എനിക്ക് പൂ പോലത്തെ വെള്ളയപ്പം വേണമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, പൂ പോലത്തെ വെള്ളയപ്പം. എങ്ങനെയാണ് പൂ പോലത്തെ വെള്ളയപ്പം ഉണ്ടാക്കുന്നത്? ഇതൊന്നും അറിയാത്തവരായിട്ട് ഇപ്പോൾ ആരും ഇല്ല കേട്ടോ, ഞാനും കണ്ടുപിടിച്ചു പോകുന്നല്ലേ ഇത്. നമ്മളും ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് പാചകത്തിനെ കുറിച്ച് ഒരു ABCD അറിയാത്ത ആളായിരുന്നു. ഞാൻ എല്ലാ പാചകങ്ങളും പഠിച്ചത് യൂട്യൂബിൽ നിന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോരുത്തരും. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ അറിയാത്ത കാര്യങ്ങളായിട്ടൊന്നും ആർക്കും ഇല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ നമുക്ക് രാവിലെ ഇനിയിപ്പോൾ ജഗ്ഗിൽ വെള്ളം നിറച്ച് വെക്കണം. അപ്പോൾ ഈ രാവിലെ ഇതിൽ പെട്ടെന്ന് വെള്ളം നിറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈകുന്നേരം ഈ അക്വാഗാർഡിൻ്റെ ഇത് ഓണാക്കിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിൽ വെള്ളം നിറഞ്ഞ് ഇതിലോട്ട് വെള്ളം ആകുമ്പോഴേക്കും ഒരുപാട് സമയം. ഇപ്പോൾ ആ ടാങ്കിൽ ഫുള്ള് വെള്ളമുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് പിടിച്ചു വെച്ചാൽ മതിയല്ലോ. ഞാൻ പറയാറുള്ള പോലെ തന്നെ നമുക്കിവിടെ കുഴൽക്കിണറാണ്. നമുക്കിവിടെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുഴൽക്കിണറിൽ നിന്നാണ്. ഇതാണ് നമ്മുടെ പൂ പോലത്തെ വെള്ളയപ്പം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? പിന്നെ ഇത് നമ്മൾ ഇന്നലെ ഫിഷ് കേട്ടോ, ചെമ്മീനാണിത്. നമ്മൾ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഉച്ചതിരിഞ്ഞ് ഞങ്ങൾ അമ്മയും മക്കളും കൂടെ ഒന്ന് നടക്കാൻ പോയിട്ട് കുറച്ചധികം മീനുകൾ മേടിച്ച് കൊണ്ടുവന്നു. മീൻ മേടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ സിപ്ലോ കവറിലും ചെപ്പിലൊക്കെ ആക്കിയിട്ട് വെള്ളം നിറച്ച് വെച്ചേക്കണം. അപ്പോൾ ഫുൾ ഐസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ എന്നിട്ട് അതിൻ്റെ ഇപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന ദിവസം ഞാനിത് പിറ്റേ ദിവസം ഞാൻ കറി വെക്കാനെടുത്തപ്പോൾ നല്ല മീനൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അത് നല്ലൊരു സൂപ്പർ ഐഡിയ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എൻ്റെ മേമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേമയാണ് പറഞ്ഞത്, ഇങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി ശേഷം പാത്രത്തിൽ വെച്ച് ഫുള്ള് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഐസ് കട്ട പിടിച്ചാകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നു മാത്രം, അങ്ങനെ. പക്ഷെ അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി വെക്കാനോ വറക്കാനോ എടുക്കുകയാണെങ്കിൽ കുറച്ചധികം നേരത്തെ മുന്നേ തന്നെ നമ്മളത് പുറത്തെടുത്ത് വെക്കണം. കാരണം അത് ഫുൾ ഐസ് ആയതുകൊണ്ട് മീൻ മാത്രമല്ല, നമ്മൾ വെള്ളം മൊത്തം ഐസായിട്ടിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഉരുകി കിട്ടാനായിട്ട് സമയമെടുക്കും. അപ്പോൾ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെക്കണം. പക്ഷെ നല്ലൊരു സൂപ്പർ ഐഡിയ ആണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ദേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമായിരുന്നു. അപ്പോൾ മോളാണ് പൂ പോലത്തെ അപ്പം ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ അത് കഴിക്കുന്നത് മോനാണ്. അവൾ പറഞ്ഞു പിന്നെ കുഴപ്പമില്ല, അവന് കൊടുത്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസത്തിൻ്റെ ആരംഭമാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ശനിയാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സമയം വേണം. അപ്പോൾ ഈ ഒരു സമയം മാത്രമാണ് ഒന്ന് ഇരുന്ന് ആരാംസെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ മേരിക്ക് ട്യൂഷനുണ്ട്, അപ്പോൾ ട്യൂഷന് പോകണം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഏതൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മളുടെ രാവിലത്തെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് പാത്രം കഴുകി തുടങ്ങി. എനിക്ക് തോന്നുന്നു നമ്മളൊരു വീട്ടിൽ ഏറ്റവും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഈ പാത്രം കഴുകൽ. എത്ര പാത്രം നമ്മളൊരു ദിവസം കഴുകണേ. അപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ ഒരു വശം തുടങ്ങി. മോൻ അവൻ്റെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കുകയാണ്. അവൻ്റെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും അതൊരു പണിയാണ്. കാരണം സ്കൂൾ വിട്ട് നടന്നു വരുന്ന വഴിയിൽ കാണുന്ന മഞ്ചാടി, പിന്നെ എന്തെങ്കിലും ചെപ്പുകൾ, പിന്നെ നമ്മളെന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കൂട്, ചെപ്പ് എല്ലാം അവൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അടുത്ത സാറ്റർഡേ അതൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയാക്കും. പിന്നത്തെ സാറ്റർഡേ ആകുമ്പോഴേക്കും ഇതൊക്കെ നിറയും കേട്ടോ. അപ്പോൾ മേരി ഡൈനിങ് ടേബിൾ നമ്മൾ മറ്റേ ഗ്ലാസ് തുടയ്ക്കുന്ന ലോഷനും ഇത്തിരി ലിക്വിഡൊക്കെ ഒഴിച്ച് മേരി നല്ല ക്ലീൻ ചെയ്യാണ്. മേരിക്ക് പിന്നെ ക്ലീനിങ് പരിപാടി ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ആ ചെറിയ ബോട്ടിലിരിക്കുന്ന എൻ്റെ മെഡിസിനാണ്. ഞാൻ പറയാം രാവിലെയും വൈകിട്ടും കഴിക്കാനുള്ള മെഡിസിൻ ഞാൻ അവിടെ തന്നെ വെച്ചേക്കുക. കാരണം ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഓർക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചാൽ നമ്മൾ മറന്നു പോകും മരുന്ന് കഴിക്കേണ്ട കാര്യം. പിന്നെ കുറേ നേരം കഴിയുമ്പോഴാവും നമ്മളത് ആലോചിക്കുക. അപ്പോൾ പിന്നീടൊരു ഡൗട്ടാവും, രാവിലെ ഞാൻ കഴിച്ചോ വൈകിട്ട് ഞാൻ കഴിച്ചോ എന്നുള്ളൊരു ഡൗട്ടും വരും. അപ്പം ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് അപ്പം തന്നെ മരുന്ന് കഴിക്കുക. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും മറന്നു പോകുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നലെ കഴുകി വെച്ച് നമ്മുടെ അച്ചാറിൻ്റെ ജാറുകളൊക്കെ നല്ല ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് നമ്മളുടെ മേരിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ ഈ അച്ചാർ, മാങ്ങച്ചാർ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു എപ്പോഴും വീട്ടിൽ നമുക്കൊരു ഡൈനിങ് ടേബിളും എപ്പോഴും ഉപ്പിലിട്ട എന്തെങ്കിലും അച്ചാർ, വറവ് സാധനങ്ങൾ, അങ്ങനെ ചോറുണ്ണാനിരിക്കുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു പരിപ്പ് കുത്തി കാച്ചിയതാണെങ്കിലും
ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേറ്റൊക്കെ ഒന്ന് അവിടെയൊക്കെ ഒന്ന് നിറഞ്ഞ് നല്ല ഭംഗിയാവും അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ എപ്പോഴും ഡൈനിങ് ടേബിളിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ഉപ്പുമാങ്ങ വീഴാണ്ട് അമ്മച്ചി അരിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ പറയാറില്ല അമ്മച്ചിക്ക് ഇങ്ങനെ പ്രകൃതി പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2, 3 കിലോ അതിൽ കൂടുതൽ മാങ്ങയുണ്ടെന്ന് തോന്നുന്നു. അത്ര വലിയൊരു പാത്രത്തിലാണ് നിറച്ചുണ്ടായിരുന്നു അത്. ഞാനത് ചെറിയ പാത്രങ്ങളിലേക്ക് ഇട്ട് വെക്കും. ബാക്കി ആ വലിയ പാത്രം അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ ഇത് അരിനെല്ലിക്ക. അന്ന് മേരിമോളുടെ ബർത്ത്ഡേക്ക് പച്ചക്കറി മേടിക്കാൻ പോയപ്പോൾ ആ കടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നതാണ് അരിനെല്ലിക്ക. അപ്പോൾ അത് ഉപ്പിലിട്ട് വെച്ചേക്കാണ്. ഉപ്പും പച്ചമുളകും ഒക്കെ കീറിയിട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിലിട്ട് കഴിച്ചതിനേക്കാൾ എനിക്കിഷ്ടമായത് അതന്ന് പച്ചയ്ക്ക് മേടിച്ച് കൊണ്ടുവന്നപ്പോഴായിരുന്നു. നല്ല പുളിയായിരുന്നു മേടിച്ച് കൊണ്ടുവന്നപ്പോൾ. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അരിനെല്ലിക്ക കഴിച്ചിട്ടുള്ളത് എൻ്റെ ഓർമ്മയിലുള്ളത് ഒരു ചെറിയ മധുരം ഉള്ളത് പോലെയാണ് കേട്ടോ. അങ്ങനെ കുറേയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം അതിന് ഭയങ്കര പുളിയായിരുന്നു. അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ തന്നെ ശനിയാഴ്ച ദിവസമാണ് നമ്മുടെ ഗ്ലാസ്സുകൾ, അതായത് ബാത്റൂമിൻ്റെ ഗ്ലാസ്സുകളായാലും നമ്മുടെ മിറർ ടേബിളിൻ്റെ അവിടുത്തെ ഗ്ലാസ് ആണെങ്കിലും ഡൈനിങ് ടേബിൾ ആണെങ്കിലും എല്ലാം നമ്മൾ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുന്ന ദിവസം ശനിയാഴ്ചയാണ്. അപ്പോൾ ആ ഒരു പണി എല്ലായിടത്തെയും മേരിമോള് ചെയ്തോളും. അപ്പോൾ മേരി അത് ചെയ്യും. ഞാനപ്പോൾ ബാക്കി അടിച്ചു വാരുക, തുടയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ ക്ലീനിങ്. അപ്പോൾ മേരിയുടെ റൂമിൽ നിന്ന് തന്നെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മേരി ഇങ്ങനെ തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ മേരിക്ക് പൊതുവേ ക്ലീനിങ് പരിപാടി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് പിന്നെ അവൾക്കതിൽ പിന്നെ ഇപ്പോൾ എന്തൊരു കാര്യം നമ്മളിപ്പോൾ പറഞ്ഞാലും എന്തമ്മ അല്ലെങ്കിൽ എന്തമ്മേ എന്ന് വിളിച്ചിട്ടാണ് മേരി മോളെ എപ്പോഴും ഓടി വരിക കേട്ടോ. ഒരു കാര്യം ഇപ്പം ഞാൻ പറഞ്ഞാൽ അത് ചെയ്യില്ല, ഞാനിനി പിന്നെ ചെയ്യാം അങ്ങനെ പറയില്ല. എന്ത് പറഞ്ഞാലും മേരി ചെയ്യും. അങ്ങനെ ഒരു വലിയൊരു പോസിറ്റീവ് ഗുണം മേരിക്കുണ്ട് കേട്ടോ. മോൻ്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ നിന്ന് അത് വിളിച്ച് എൻ്റെ അടുത്ത് എത്താനൊരു സമയമെടുക്കും. പിന്നെ അത് പറഞ്ഞ് ചെയ്യാനൊരു സമയമെടുക്കും. ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല, അങ്ങനെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു പൊതുവെ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ മേരി അവിടെ ആ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തുണികളൊക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. ഒരുവിധം ഉണങ്ങിയെന്ന് പറയാനേ പറ്റുള്ളൂ. ഈ മഴക്കാലമല്ലേ. അപ്പോൾ നമുക്കാണെങ്കിലും അടുത്തത് വിരിച്ചിടണം. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും തന്നെ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമുക്കത് വിരിച്ചിടണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ബെഡ്ഷീറ്റുകൾ മാറ്റാനും എല്ലാം അതുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സ്ഥലം വേണം. അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെ വാഷ് ചെയ്ത് കൊണ്ടുവന്ന തുണികൾ ദേ ഇങ്ങനെ കട്ടിലിൽ ഇനി ഒന്നിങ്ങനെ വിരിച്ചിടും. ഇതിപ്പം മടക്കില്ല. ഇതിനി ഇവിടെ ഇങ്ങനെ 1 ദിവസം 2 ദിവസമൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ആ ജനലിൽ കൂടെ വരുന്ന ഒരു വെട്ടവും വെളിച്ചമൊക്കെ അടിച്ച് അതൊന്നും കൂടെ വലിയും. എന്നിട്ടാണ് ഞാനത് മടക്കി വയ്ക്കുള്ളൂ. ഇനി അടുത്തത് നമ്മുടെ അടിച്ചുവാരലാണ്. പതിവ് പോലെ തന്നെ എൻ്റെ കയ്യിലൊരു ചൂലുണ്ട്, ഒരു ടവലുണ്ട്. ഞാൻ പറയാറുള്ള പോലെ എപ്പോഴും നമ്മൾ അടിച്ചു വാരുമ്പോൾ ഒരു ചൂലും ഒരു കയ്യിലൊരു ടവലും കൈ പിടിച്ച് നമുക്ക് കാണുന്ന സ്ഥലം അടിച്ചു വാരിയും പോവാം, തുടച്ചും പോവാം. അപ്പോൾ അത് ഒരുമിച്ച് അങ്ങോട്ട് പോവും. പിന്നെ ഈ ഒരു അടിച്ചു വാരുക എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. അടിച്ചു വാരുക എന്താ ഇപ്പം ഇത്ര പണിയെന്ന് വിചാരിക്കും. പക്ഷെ അത് മുഴുവിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീട് മുഴുവനായിട്ട് ഞാൻ വിചാരിക്കുന്ന പോലെ അടിച്ചു വാരി വൃത്തിയാക്കി വരണമെങ്കിൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ സമയം എനിക്ക് എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ അടിച്ചു വാരൽ. അപ്പോൾ ശനിയാഴ്ച ദിവസമല്ലേ മേരിക്ക് തലയിൽ എണ്ണ പറ്റി കൊടുക്കണം, മോന് എണ്ണ പറ്റി കൊടുക്കണം. അപ്പോൾ ഇന്നാണ് അവർക്കൊന്ന് സമയമെടുത്ത് എണ്ണ തേച്ച് കുളിക്കാൻ പറ്റിയൊരു ദിവസം എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരുപാട് സമയമൊന്നും എണ്ണ തേച്ച് മേരീനെയെല്ലാം ഞാൻ ഇരുത്താറില്ല കേട്ടോ. കാരണം ഒന്നാമത് മഴക്കാലം, തണുപ്പ്, പിന്നെ ഈ അലർജിയും നീരിവീഴ്ചയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് എണ്ണ തേക്കുക, ആ സ്കാൽപ്പിനെയൊക്കെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഒന്ന് എണ്ണ തേച്ച് ഒന്ന് മിനുസപ്പെടുത്തി കഴിഞ്ഞാൽ വേഗം തന്നെ കുളിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടിച്ചുവാരൽ ദേ ഇവിടെ ഇങ്ങനെ പകുതി എത്തിയിട്ടുള്ളൂ. ഇതിൽ ഓരോ സ്ഥലം അടിച്ചു വാരി കഴിയുമ്പോഴായിരിക്കും ഓരോ പണികൾ അതിൻ്റെ ഇടയിൽ വരും. അപ്പോൾ ചൂല് അവിടെ ഇട്ടിട്ട് പിന്നെ അതിന് പോവും. പിന്നെ തിരിച്ച് വന്നിട്ട് വേണം വീണ്ടും പണി തുടരാനായിട്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റുകളും ഒക്കെ മാറ്റേണ്ട ദിവസമാണ്. അപ്പോൾ ഇനി ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിടണം. ഇതൊക്കെ എല്ലാ റൂമിലും ചെയ്യണം കേട്ടോ. ഈ ഞാൻ പറഞ്ഞല്ലോ അടിച്ചുവാരൽ വൃത്തിയാക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂർ സമയത്തെ പരിപാടിയാണ്. അപ്പോൾ അത് തന്നെ ഉണ്ടാവും. ഒരു വ്ളോഗ് ചെയ്യാന്ന് പറയണമെങ്കിൽ തീരില്ല. കാരണം നമുക്കൊരു 30 മിനിറ്റ് 40 മിനിറ്റാണ് മാക്സിമം ഒരു വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അതിൽ ഞാൻ ഈ അടിച്ചുവാരൽ തന്നെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ കാണിക്കാൻ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഓടിച്ചോടിച്ചാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് നിങ്ങൾ കാണുന്നത്. ഞാനിത് ഒരുപാട് സമയത്ത് ചെയ്തിരുന്ന പരിപാടിയാണ്. അപ്പോൾ മോനുള്ള ദിവസം അവനാണ് എനിക്ക് സെറ്റിയൊക്കെ മാറ്റി തരുന്നത്. സെറ്റിയൊക്കെ നീക്കിയിടും.
ഞാൻ ഭൂരിഭാഗവും സെറ്റീമ്മെ ഇരുന്ന് ഒന്നും കഴിക്കാൻ അനുവദിക്കാറില്ല. എന്നാലും ഇപ്പൊ ഞാനില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ എന്റെ കണ്ണ് വെട്ടിച്ചിട്ടൊക്കെ അവൻ എന്തെങ്കിലുമൊക്കെ അവിടെയിരുന്ന് കഴിക്കും. അപ്പൊ അതിന്റെ ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താഴെ വീണിട്ടുണ്ടാവും. പിന്നെ നമ്മളുടെ വീടെന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ടല്ലോ, ഇപ്പോ പൊടി നന്നായിട്ടുണ്ട്. അപ്പൊ ഈ സെറ്റിയൊക്കെ വെൽവെറ്റിന്റെ പോലത്തെ മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ പൊടി നന്നായിട്ട് കേറി പിടിക്കും. അപ്പൊ ഞാൻ അവന്റേലൊരു വലിയൊരു തുണി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പൊടിയൊക്കെ തട്ടാൻ പറയാണ്. പിന്നെ ഭാഗ്യത്തിന് ഈ വീട്ടില് അലർജിക്ക് അല്ലാത്ത ഒരാളെന്ന് പറയുന്നത് അപ്പയും മോനുമാണ് ട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. ഞാനിന്നും മാസ്ക് വെച്ചിട്ടില്ല. ഇന്ന് ചുമയ്ക്കണൊന്നും കാണാനില്ല. പൊതുവേ എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഡോക്ടർ മാസ്ക് വെച്ചോളൂന്ന്. പക്ഷെ ചുമ തുടങ്ങിയാലേ ഞാനത് ഓർക്കാറുള്ളൂ. അപ്പം അങ്ങനെ അടിച്ചുവാരൽ കഴിഞ്ഞു. പിന്നെ ശനിയാഴ്ച ദിവസമാണ് നമുക്ക് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ് കളയേണ്ട ദിവസം. അപ്പം ഞാൻ അതാണ് കവറിലാക്കിയത്. അപ്പം എല്ലാ റൂമിലത്തെയും വേസ്റ്റൊക്കെ എടുത്ത് വെച്ച് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് വന്നെടുക്കും. പിന്നെ പഞ്ചായത്തിൽ ചേച്ചിമാർ വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അവരിനി എന്നാണാവോ വരുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ മുഖത്ത് ഒലിവ് ഓയിലൊക്കെ പറ്റാണ്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചു സ്കിൻ കെയർ എന്താണെന്ന്. സ്കിൻ കെയർ ഒന്നുമില്ല കേട്ടോ. എനിക്കിപ്പോൾ എന്താ പറയുക, ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. അത് ഞാനിങ്ങനെ മുഖം നിറച്ച് പറ്റും. അതിപ്പോൾ ഒലിവ് ഓയിൽ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്തവരാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു വെളിച്ചെണ്ണ ആയാലും മതി. അത് നമ്മളുടെ മുഖത്തിന്, നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്ന ഒരു മോയ്സ്ചറൈസിങ് അത്ര മാത്രമേ ഉള്ളൂ. അത് നന്നായി മുഖത്തൊക്കെ തേക്കുക. പിന്നെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം മുഖം ഒന്ന് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ മേടിക്കും നമ്മുടെ ട്യൂബില് സ്ക്രബ് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യും. അതല്ലെങ്കിൽ ചെറിയൊരു അരിപ്പൊടി എടുത്തിട്ടായാലും സ്ക്രബ് ചെയ്താലും അതിനും ഉണ്ടൊരു ഗുണം. പിന്നെ ഒരുപാട് മുഖത്തിട്ട് റഫായിട്ട് ഉരയ്ക്കാതിരിക്കുക. കാരണം നമ്മുടെ സ്കിന്നിലും ചുളിവുകളും മുറിവുകളും ഒക്കെ വരും. അപ്പോൾ ചെറിയ രീതിയിൽ സ്ക്രബ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മളുടെ ചുണ്ടിൻ്റെ വശങ്ങളും മൂക്കിൻ്റെ വശങ്ങളൊക്കെ ആണല്ലോ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡൊക്കെ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നൊരു കാര്യം കൃത്യതയോടുകൂടെ നമ്മൾ നമ്മുടെ സ്കിന്നിന് നന്നായി മോയ്സ്ചറൈസ് ചെയ്ത്, അതുപോലെ കൃത്യമായി തന്നെ മുഖമൊക്കെ നന്നായി സ്ക്രബ് ചെയ്ത്, പിന്നെ ഒരു മന്ത്ലി ഒരു 2 ടൈംസ് എങ്കിലും സ്റ്റീം ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മേരിക്ക് അതിൻ്റെ ഇടയ്ക്ക് മേരി കുളിയൊക്കെ കഴിഞ്ഞ് ട്യൂഷന് പോയി. ട്യൂഷൻ കഴിഞ്ഞ് ദേ മേരി തിരിച്ചു വന്നു. മേരി തിരിച്ച് വരുമ്പോൾ കടയിൽ നിന്ന് മേടിക്കാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഇന്ന് വലിയ കാര്യമായ പണികളൊന്നുമില്ല. ഉച്ചയ്ക്ക് ഒരു പരിപ്പ് കുത്തി കാച്ചിയതും ദേ ചെമ്മീൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുത്തിപ്പൊടി മുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി നമ്മുടെ കാശ്മീരി ചില്ലിയാണ്. അതിന് എരിവൊന്നുമില്ല, കളറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു എരിവിൻ്റെ ചൊടിക്ക് വേണ്ടി കുത്തിപ്പൊടി മുളക് ഇട്ടിട്ട് വെറുതെ ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നു. ഇപ്പുറത്ത് നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുത്തിപ്പൊടി മുളകും ഇട്ട് അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പരിപ്പ് കുത്തി കാച്ചിയതും ചെമ്മീനുമാണ് ഇന്നത്തെ ഞങ്ങളുടെ വിഭവം എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ പൊതുവേ തൃശ്ശൂരുകാർക്ക് ഏറെക്കുറെ ഒരു പരിപ്പ് കുത്തി കാച്ചിയതുണ്ടെങ്കിൽ മതി, ധാരാളമാണ്, സന്തോഷമായി. എനിക്ക് തോന്നുന്നത് അത് തൃശ്ശൂർ നാട്ടിലാണോ ഇനി മറ്റു നാടുകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പരിപ്പ് കുത്തി കാച്ചിയതിനോട് ഞങ്ങൾക്കൊരു പ്രത്യേക താല്പര്യമാണ്. അതുണ്ടെങ്കിൽ പിന്നെ സൈഡിലൊരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു ഉണക്കമാന്തളോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുശാലാണ് ഞങ്ങളുടെ കാര്യം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചോറും പരിപ്പ് കറിയും ചെമ്മീനുണ്ട്. പിന്നെ ദേ നമുക്ക് മാങ്ങച്ചാറുണ്ട്, മാങ്ങ ഉപ്പിലിട്ടതുണ്ട്, അതൊക്കെയുണ്ട് ധാരാളം. കറികളായിട്ട് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുമ്പോഴാണ് കേട്ടോ ചോറ് വിളമ്പുമ്പോൾ ഒരുപാട് കറികൾ ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ മേരി ട്യൂഷൻ കഴിഞ്ഞ് വന്ന വിശേഷങ്ങളും ഇനിയിപ്പോൾ ദേ എക്സാം തുടങ്ങുകയാണ്. നിങ്ങളുടെ മക്കൾക്കുമൊക്കെ എക്സാമുകളൊക്കെ അല്ലേ? ഇവർക്കും 15-ാം തീയതി തൊട്ട് എക്സാമൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെമ്മീൻ ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ആൾ എൻ്റെ മോനാണ് കേട്ടോ. അത് ഇന്നലെ 1 കിലോ മേടിച്ച് ഞാൻ എത്ര സമയം കൊണ്ടാണെന്നറിയാം നന്നാക്കി എടുത്തത്. പക്ഷേ ഈ ചെമ്മീൻ നന്നാക്കിയാലുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു കൈപ്പിടിയിലാണ് അതിൻ്റെ മീൻ ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യിൽ. ബാക്കിയൊക്കെ വേസ്റ്റാണ്. പിന്നെ അതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ നമുക്കവിടെ പുറത്ത് കൊണ്ട് കളയാനൊന്നും പറ്റില്ലല്ലോ. അവർ വന്ന് വേസ്റ്റ് എടുക്കാറാവുമ്പോഴേ നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാനിതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി പറയായിരുന്നു
അവർ പറഞ്ഞ ചെമ്മീനാണേലും അവർ നന്നാക്കി തരുമത്രേ. ഞാൻ വിചാരിച്ചു ചെമ്മീനൊന്നും അവർ നന്നാക്കി തരില്ല, കാരണം അത് പാടല്ലേ എന്ന് വിചാരിച്ചു. ബാക്കിയുള്ള ഫിഷൊക്കെ അവർ നന്നാക്കി വൃത്തിയാക്കി തന്നു. അപ്പം ഇനി അടുത്ത പ്രാവശ്യം ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു, ചെമ്മീൻ നന്നാക്കി തരുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മേടിക്കുള്ളൂ, ഇല്ലെങ്കിൽ മേടിക്കില്ല എന്നാണ് പറഞ്ഞേക്കണേ. ചുമ്മാട്ടോ, നമ്മുടെ മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് മേടിച്ചു കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെ ദേ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് വീണ്ടും പാത്രം കഴുകി. ഈ പാത്രം കഴുകൽ ഹരോഹര എന്ന് പറഞ്ഞ പോലെയാണ്. എത്ര പാത്രമല്ലേ നമ്മൾ കഴുകി വെക്കുന്നത്. ഓ, ഞാൻ വിചാരിക്കും ദൈവമേ, ഒരു സദ്യാവട്ടമൊക്കെ കഴിയുമ്പോൾ സദ്യ ഉണ്ടാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടുണ്ട്, ഇല്ലാന്നല്ല. എന്നാലും ബുദ്ധിമുട്ടെന്ന് പറയണമെങ്കിൽ ഈ പാത്രം കഴുകലാണ്. എത്ര പാത്രം നമ്മൾ കഴുകുന്നത്. ഞാനിനി ഡിസ്പോസിബിളിൻ്റെ പ്ലേറ്റും ഗ്ലാസും സ്പൂണും എല്ലാം ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എന്നാൽ പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. മേരിയുടെ ബർത്ത്ഡേക്ക് മേടിച്ച ഐസ്ക്രീമാണ് കേട്ടോ. കഴിഞ്ഞു, ഏകദേശം തീരുമാനമായിട്ടുണ്ട്. മേരി ഐസ്ക്രീമിൽ വാനില മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഒന്ന് വാനിലയും ഒന്ന് ബട്ടർ സ്കോച്ചും ആണ്. അപ്പോൾ മേരി വാനില കഴിക്കും, ഞാനും മോനും ബട്ടർ സ്കോച്ച് കഴിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ മധുരം കഴിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് എന്നാൽ കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് ഇല്ലല്ലോ, നമ്മൾ ബെഡ്ഷീറ്റൊക്കെ കഴുകാനിട്ടേക്കല്ലേ. അപ്പോൾ പിന്നെ അത് വിരിക്കണം. അങ്ങനെ അത് വിരിച്ച് ജനലൊക്കെ അടച്ച് ഒരു നല്ലൊരു മഴക്കാറൊക്കെ കാണുന്നുണ്ട്, നല്ല മഴ വരാൻ പോകുന്നുണ്ട്. എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ജനലൊക്കെ അടച്ച് കർട്ടനൊക്കെ ഇടാണ് കേട്ടോ. നല്ല ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും അല്ലേ, ഒരിത്തിരി നേരം ഒന്ന് കിടക്കാമെന്ന്. ഞാൻ അങ്ങനെ ജോലിക്ക് പോകാത്ത സമയങ്ങളിലും വീട്ടിലുള്ള സമയങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് മുടങ്ങാതെ ഉറങ്ങിയിരുന്ന ആളാണ് കേട്ടോ. പക്ഷേ ഇവിടെ വന്നേപ്പിന്നെ എനിക്ക് അങ്ങനെ ഉറങ്ങാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. കാരണം ഉച്ചയ്ക്കിലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒന്നിരിക്കുമ്പോഴേക്കും 3 മണിയാകുമ്പോഴേക്കും ഇവരെ കൊണ്ടുവരാൻ പോകണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു ഉറങ്ങാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല. അങ്ങനെ ഞാൻ ആ കുളി കഴിഞ്ഞ് മുടി അങ്ങോട്ട് നന്നായി ഉണങ്ങാതെയാണ് കിടന്നത്. ആ കിടന്നതും കഴുത്ത് വേദന വന്നു. എനിക്കങ്ങനെ മുടി ഉണങ്ങാതെ തല വെച്ച് കിടന്നാൽ പൊതുവേ വരുന്നൊരു കാര്യമാണ് കേട്ടോ കഴുത്ത് വേദന. അപ്പോൾ അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് ഉറക്കം നന്നായി വരുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് നേരം കിടന്നത്. അപ്പോൾ അതിൻ്റെ കഴുത്ത് വേദന എനിക്ക് കിട്ടി. ചായക്കിന്ന് കാര്യമായിട്ട് ഞങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ റസ്ക് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചതായിരുന്നു ഉച്ചതിരിഞ്ഞ് അട ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ബിരിയാണി ഉണ്ടാക്കണം. ഇന്ന് വൈകിട്ട് ബിരിയാണിയാണ്. അപ്പോൾ പിന്നെ ബിരിയാണി നേരത്തെ ഉണ്ടാക്കാം, നേരത്തെ കഴിക്കാം. പിന്നെ അടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ബിരിയാണി കഴിക്കാനുള്ള ഒരു മൂഡ് പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നാൽ പിന്നെ ഇന്ന് ഇങ്ങനെ പോട്ടെ, നമുക്ക് ബിരിയാണി വേഗം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അവനെ ആശ്വസിപ്പിച്ച് ഇരുത്തിക്കുകയാണ് കേട്ടോ. കാരണം സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ആണല്ലോ എന്തെങ്കിലും അങ്ങനെ ഒരു 4 മണി പലഹാരം കാര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് തൽക്കാലം ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിരിക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ പോലും പഠിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് പറയണല്ലോ, അതുകൊണ്ട് പറയുന്നു മാത്രം. അപ്പോൾ ഞാൻ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൽ സവാള മുരിഞ്ഞ് കിട്ടാനായിട്ട് ആദ്യം തന്നെ ഒഴിച്ച വെളിച്ചെണ്ണയിൽ സവാള മുരിയിച്ചെടുത്തു കേട്ടോ. ഈ സവാള നമുക്ക് ബിരിയാണിയിൽ ഡെക്കറേറ്റ് ചെയ്യാനും ഇടണം. പിന്നെ കുറച്ച് ഞാൻ ചിക്കൻ കറിയിലിടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കനൊക്കെ ഉണ്ടാക്കാമല്ലോ. ഒറ്റ പാത്രം തന്നെ മതി. ഒരുപാട് പാത്രങ്ങൾ മാറ്റി മാറ്റി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം വേഗം വേഗം ഉപ്പൊക്കെ തീരും, സമയം ലാഭമാണ്. പക്ഷെ നമ്മൾ എത്ര പാത്രം കഴുകണം. ഇപ്പം നമ്മൾ മാത്രമേ, നമുക്ക് ധൃതിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒറ്റൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു, സവാള വറുത്തു. അത് കഴിഞ്ഞപ്പോൾ അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തു. ഇനി നമ്മൾ ചിക്കൻ ഞാൻ കുളിക്കാനൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 മണിക്കൂർ അതങ്ങനെ തിരുമ്മി ഇരുന്നിരുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോരോ ബാച്ചായിട്ട് നമ്മൾ ചിക്കൻ വറുത്തെടുക്കുകയാണ്. ചിക്കൻ കറി വറുത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒരുപാട് വറവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് കളറ് മാറിക്കഴിയുമ്പോൾ അടുത്ത വശം ഒന്ന് തിരിച്ചിട്ടു അങ്ങനെ. അല്ലെങ്കിൽ ഒരുപാട് വറുത്തുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കറി വെച്ച് വരുമ്പോൾ ചിക്കൻ ഭയങ്കരമായിട്ട് മുറുകിപ്പോവും, നമുക്ക് കഴിക്കാനൊരു സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് വറുത്തെടുക്കണ്ട, ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ വറുത്ത് വെച്ചപ്പോൾ തന്നെ എൻ്റെ മോൻ ഹാജരായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവൻ ഈ പറയുന്ന പോലെ ഒന്നല്ല കേട്ടോ, അവൻ അങ്ങനെ അധികം ഒന്നും കഴിക്കില്ല. അവന് ബീഫും പോർക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവന് ഇഷ്ടമില്ല. അവന് ആകെപ്പാടെ ഇഷ്ടം ചിക്കൻ മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഞാൻ ചിക്കൻ വറുത്ത എണ്ണയിലോട്ട് തന്നെ ഇത്തിരി പെരുംജീരകവും പിന്നെന്താ നമ്മളുടെ സാധാരണ എല്ലാ മസാലയും ഏലക്കായ, കറുവപ്പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇട്ട് അതൊന്ന് പൊട്ടിച്ചു. അതൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ വീണ്ടും നമ്മൾ ചിക്കൻ കറിക്കുള്ള സവാള, ഇപ്പോൾ നമ്മൾ ചിക്കൻ കറിയാണ് കേട്ടോ വെക്കണേ. അപ്പോൾ ബിരിയാണിക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ആ മസാലകളെല്ലാം പൊട്ടിച്ചത്. അതല്ലെങ്കിലും ചിക്കൻ കറിക്ക് അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇനി സവാള വഴറ്റണം. സവാള വഴറ്റാനായിട്ട് നമുക്ക് ഒരുപാട് സമയമുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ കിച്ചൺ മുഴുവൻ ക്ലീൻ ചെയ്യണം. കിച്ചണൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കണത്. പക്ഷെ നമുക്കൊരു പേടിയും പേടിക്കേണ്ട. കാരണം നമ്മൾ സവാള വഴണ്ടി വരാന്ന് പറയുന്നത് ഒരുപാട് സമയം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ ദേ നമ്മൾ രാവിലെ കണ്ട ആ ഒരു പ്രഭാതം ദേ സന്ധ്യയായി തുടങ്ങി. ഒരു 6 മണി 7 മണിക്ക് അടുത്ത് തുടങ്ങി. അപ്പോൾ നമ്മളുടെ രാത്രി നമ്മുടെ ഫ്ലാറ്റിന് ചുറ്റും കാണുന്നൊരു ഭംഗി ഇങ്ങനെയാണ് കേട്ടോ. ഒരു മഴക്കാലത്തിൻ്റെ ഇതായതുകൊണ്ടാണ് നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക വെളിച്ചം ഒരു റെഡ് കളറൊന്നും കാണാത്തത്. ഇല്ലെങ്കിൽ ആ വെട്ടമൊക്കെ കാണാമായിരുന്നു. ഇതിപ്പോൾ ഒരു മഴക്കാലമല്ലേ, അപ്പോൾ മഴയുള്ള ഒരു അന്തരീക്ഷത്തിൻ്റെ ഭംഗിയാണിത്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ കാണുന്ന ഭംഗി നമ്മൾ എല്ലാ ദിവസവും ഞാൻ ഇത് തന്നെയാണ് കാണുന്നത്. പക്ഷേ എനിക്കിതിലൊരു മടുപ്പും വരാറില്ല കേട്ടോ. കാരണം എന്നും ഓരോ തരം ബ്യൂട്ടിയാണ് നമ്മുടെ പ്രകൃതിക്ക്. അപ്പോൾ സവാള ദേ വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ദേ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഒരു 3/4 ഭാഗം ഞാൻ ഈ സവാളയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 25 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനി വെള്ളം വാലാനായിട്ട് നമുക്കൊരു ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കാം. സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായി വഴണ്ട് കണ്ട് ഇതുപോലൊരു ബ്രൗൺ കളറായി വന്നപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ നമ്മളുടെ കറിവേപ്പില, മല്ലിയില, പുതിനയില ഈ 3 കൂട്ടം ഇലകളും ഇട്ടിട്ട് നന്നായി വഴറ്റാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബിരിയാണിയുടെ ഒരു സ്മെല്ല് കിട്ടണമെങ്കിൽ മല്ലിയിലയും പുതിനയിലയും വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ചിക്കൻ കറിയിൽ ഇടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഗ്രേവിക്ക് വേണ്ടി നമുക്ക് തക്കാളി ഞാൻ അതിലേക്ക് ഡയറക്റ്റ് അരിഞ്ഞിടുന്നില്ല. ഞാൻ തക്കാളി അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അടിക്കാൻ പോകണം. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണ്, 2 എണ്ണം എടുത്തിട്ടുണ്ട്. തക്കാളിയും പിന്നെ ഞാനിതിലൊരു കൂട്ടം കൂടെ ഇടും. അപ്പോൾ തക്കാളിയുടെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും, കാരണം നമ്മൾ ചിക്കൻ കറിക്ക് എപ്പോഴും എരിവും അതിനൊപ്പം തന്നെ ഒരു തുണ്ട് മധുരവും നല്ല രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് തക്കാളിയും ടൊമാറ്റോ സോസും അതിലിത്തിരി സോയാ സോസ് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കറിയുടെ ഉപ്പ് രസം നമ്മുടെ കൺട്രോളിൽ തന്നെ നിൽക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമുക്കിനി പൊടികളൊക്കെ ഇടേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി അധികം ഇടുന്നില്ല, കാരണം നമ്മുടെ കറിക്ക് ആ ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. പിന്നെ എനിക്ക് പറയുന്ന പോലെ തന്നെ അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. എൻ്റെ കണ്ണിൽ കാണുന്നത് എത്രയാണോ അതിനനുസരിച്ചുള്ള കണക്കേ ഉള്ളൂ കേട്ടോ. പിന്നെ മുളക് പൊടി നമുക്കിവിടെ കാശ്മീരി പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനധികം എരിവൊന്നുമില്ല. പിന്നെ എരിവിന് വേണ്ടി നമ്മൾ നേരത്തെ പച്ചമുളക് നന്നായി ചതച്ചതിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇടും. ഇത് ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും പൊടികളിട്ടിട്ട് ഇനി പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റണം. പൊടികളുടെ പച്ചമണം മാറാന്ന് വേണമെങ്കിൽ സ്വതവേ ഞാനൊന്ന് തുമ്മും. അപ്പോൾ എനിക്ക് മനസ്സിലാവും പൊടിയൊക്കെ മൊരിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു കളറ് കാണുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലിൽ തന്നെ നമുക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യും. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടികളൊക്കെ നന്നായി പച്ചമണം മാറി വരാനായിട്ട് നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ കളറ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നന്നായിട്ട് പൊടിയൊക്കെ വഴറ്റിയിട്ടുണ്ടെന്നുള്ളത്. കരിയാൻ പാടില്ല. ഈ ഒരു കളറിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തക്കാളിയും ടൊമാറ്റോ സോസും പിന്നെ സോയാ സോസും കൂടിയിട്ടുള്ള ആ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇനി നന്നായി വേവിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നമുക്ക് എത്ര ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി അതിലൊഴിച്ച് വെക്കുക. എന്നിട്ട് ഇനി അത് നന്നായി എണ്ണ തെളിയുന്ന വരെ അതവിടെ കിടന്ന് കുക്കാവട്ടെ.
അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് ഉണ്ടാക്കാനുള്ള വെള്ളം തിളപ്പിക്കാം. അപ്പോൾ ഞാൻ 3 ഗ്ലാസ്സാണ് അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിനാണ് വെള്ളം. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 4.25 ഗ്ലാസ്, 4.5 ഗ്ലാസ്സാണ്. ഞാൻ അതിനേക്കാളും ഒരു 1/4 ഗ്ലാസും കൂടെ ഞാൻ കൂടുതൽ വെക്കും. അങ്ങനെയാണ് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ കറി തുറന്ന് നോക്കി ഒന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടെ ഇളക്കി വെക്കുകയാണ് കേട്ടോ. നമ്മുടെ കറി ഇതേ തക്കാളിയൊക്കെ നന്നായി വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ വറുത്തതായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതിന് അധിക സമയം കുക്ക് ചെയ്യാനൊന്നുമില്ല. പിന്നെ അതിൽ നിന്ന് ഇനിയിപ്പോൾ ഒരുപാട് വെള്ളം ഇറങ്ങാനോ അങ്ങനെയൊന്നുമില്ല. ഞാൻ കയ്യിലൊന്ന് മാറ്റിയതാണ്. നമ്മൾ പ്രസ്റ്റീജിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ കയ്യിലുകളാണ് കേട്ടോ അത്. കയ്യിലൊക്കെ നല്ലതാണ്, കാരണം എത്ര ചൂട് പിടിച്ചാലും അതിൻ്റെ മെറ്റീരിയൽസിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനൊരു ബലം കുറവാണ്. കാര്യമായിട്ട് നമുക്ക് ഇളക്കാൻ പറ്റില്ല അതുകൊണ്ട്. അപ്പോൾ ഞാൻ കയ്യിലൊന്ന് മാറ്റി. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. വെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ വലിയ 2 സ്പൂൺ തന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി നെയ്യ് ബിരിയാണിയുടെ ആ വെള്ളത്തിൽ കലക്കാണ് കേട്ടോ, ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട്. ചൂട് പിടിക്കുമ്പോൾ നമ്മുടെ സ്പൂൺ ക്ലീൻ ആവുമല്ലോ. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മളുടെ ബിരിയാണിക്ക് വേണ്ട എല്ലാ മസാലയും ഏലക്കായ, കറുവപ്പട്ട, ഗ്രാമ്പൂ, ജീരകം, പെരുംജീരകം, ബേ ലീഫ് എല്ലാം ഇട്ട് കൊടുത്തു. അതിനൊപ്പം തന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നേരത്തെ ചിക്കനിലേക്ക് ചതച്ച് വെച്ചില്ലേ, അതിൻ്റെ ഒരു 2 സ്പൂൺ ഇതിലേക്കും ഇട്ട് കൊടുത്തു. മല്ലിയില, പുതിനയില, കറിവേപ്പില. നമ്മൾ ബിരിയാണി ദമ്മിടാണെങ്കിൽ നമുക്ക് വെറുതെ പ്ലെയിൻ റൈസായിട്ട് നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ലെയർ ലെയർ ആക്കിയാലും മതി. ഇതിപ്പോൾ നമ്മൾ ദമ്മിടാത്തത് കൊണ്ട് നമ്മളുടെ ആ ഒരു ബിരിയാണിയിലേക്ക് ഫുൾ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ഇട്ടത്. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുക്കറിൽ ആ വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ ഉപ്പ് എപ്പോഴും നമുക്ക് ഇത്തിരി മുന്തി നിൽക്കണം, എന്നാലാണ് ചോറിൽ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. പിന്നെ ചോറൊക്കെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങയുടെ നീര്, കുഞ്ഞ് ചെറുനാരങ്ങയായിരുന്നു, അപ്പോൾ ഞാൻ 2 കഷ്ണവും നാരങ്ങ നീര് അതിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളം നമുക്ക് നന്നായി തിളയ്ക്കാൻ അനുവദിക്കണം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷമാണ് നമുക്ക് അരി ഇടേണ്ടത്. അപ്പോൾ ഇന്ന് മഞ്ഞ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ എപ്പോഴും വെള്ള ബിരിയാണിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നാളെ ഞാൻ വീട്ടിൽ പോവും, സൺഡേ ആണ്. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ വീട്ടിലേക്ക് കുറച്ച് ബിരിയാണി കൊണ്ടുപോകും. പപ്പ എപ്പോഴും പറയുന്നത് ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ കളർ വേണമെന്നാണ്. എന്നാൽ പിന്നെ ഇപ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മഞ്ഞ കളറിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ കുതിർത്തി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിയായിരുന്നു. അപ്പം ഇനി അരി ഇട്ടിട്ട് നന്നായി ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴാണ് ഇനി നമ്മൾ കുക്കർ അടയ്ക്കുന്നത്. അപ്പോൾ ദേ നമ്മളുടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കർ അടച്ച് വെക്കുകയാണ്. കുക്കർ അടച്ചിട്ട് ഇനിയിപ്പോൾ ഒരു 7-8 മിനിറ്റ് നമ്മളത് വെക്കും വിസിലില്ലാതെ. അത് കഴിയുമ്പോൾ നമ്മൾ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു മാറ്റി വെച്ച് ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബിരിയാണി കിട്ടും. മക്കളവിടെ പഠിക്കാനിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേ ഞാനൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. നല്ല ബിരിയാണിയൊക്കെ നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ കിടക്കുന്ന ഈ ഇലകളും ഈ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റാം. ഞാനത് എടുത്ത് മാറ്റാറില്ല, കാരണം അത് ആ ബിരിയാണി തന്നെ കിടക്കട്ടെ, ആ സ്മെല്ല് അങ്ങ് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എടുത്ത് കളയാത്തത്. അപ്പോൾ ഉപ്പൊക്കെ നോക്കി, അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്, നന്നായി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും അടച്ച് വെച്ച് കുറച്ചും കൂടെ നേരം ആ ചൂടിൽ തന്നെ അത് വെച്ചാൽ മതി. അപ്പോൾ അത് സോഫ്റ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വറുത്ത സവാള, പിന്നെ എന്താണ് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ചെറി. ഈ ചെറി ഇങ്ങനെ നല്ല പീസുകളാക്കി ഇട്ടിട്ട് ചോറുണ്ണുമ്പോൾ ഇങ്ങനെ ഇടയിലിടയിൽ കഴിക്കുമ്പോൾ അതിൻ്റെ ആ മധുരം കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മേരി ഇതിലിട്ട ഈ ഒരൊറ്റ സംഭവം കഴിക്കില്ല. അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാ കാര്യങ്ങളും അവൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അത് കൂട്ടത്തിൽ നമുക്ക് തരും, നമ്മൾ കഴിക്കാം. അങ്ങനെയാണ്. അപ്പോൾ ബിരിയാണി റെഡി. കർക്കിടകം തുടങ്ങാൻ പോവല്ലേ, അപ്പോൾ ഞാൻ നോൺ വെജ് ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴയാണ്, നല്ല ഉറങ്ങാൻ നല്ല പറ്റിയ കാലാവസ്ഥ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.